സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ട പോളിംഗ് ഇന്ന് 7 ജില്ലകളിൽ നടക്കും. തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള 7 ജില്ലകളാണ് ഇന്ന് ബൂത്തിലെത്തുക. മലപ്പുറത്ത് നിന്ന് വിവരങ്ങൾ നൽകാൻ ശിവദാസ് കന്മനം ചേരുന്നുണ്ട്. ശിവദാസ്, മലപ്പുറത്തും മോക്ക് പോളിംഗ് പൂർത്തിയായി എന്നാണ് അറിയാൻ സാധിക്കുന്നത്, അല്ലേ? തീർച്ചയായും രാവിലെ 6 മണി മുതൽ തന്നെ മലപ്പുറത്ത് എല്ലാ ഇടങ്ങളിലും എല്ലാ പോളിംഗ് സ്റ്റേഷനുകളിലും മോക്ക് പോളിംഗ് ആരംഭിച്ചിരുന്നു. ഇപ്പോൾ അത് മോക്ക് പോളിംഗ് പൂർത്തിയായി. ചില ഇടങ്ങളിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു, തടസ്സം ഉണ്ടായിരുന്നു. അതെല്ലാം തന്നെ വോട്ടിംഗ് മെഷീൻ യന്ത്രത്തിലെ ആ പ്രശ്നങ്ങളെല്ലാം തന്നെ പരിഹരിച്ച് അത് ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ 7 മണിക്ക് തന്നെ കൃത്യമായി തന്നെ പോളിംഗ് തുടങ്ങും. എന്തായാലും മലപ്പുറം നമുക്കറിയാം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു ഇടം കൂടിയാണ് മലപ്പുറം ജില്ല. അവിടെ ശക്തമായ പോരാട്ടം തന്നെയായിരുന്നു, അതായത് ശക്തമായ പ്രചാരണം തന്നെയായിരുന്നു കഴിഞ്ഞ ഒരു മാസത്തോളം ആയി ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ഉണ്ടായിരുന്നത്. ഈ ഇടത് വലത് മുന്നണികളും NDAയും ശക്തമായി തന്നെ മത്സര രംഗത്ത് പ്രചാരണ രംഗത്ത് ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു അവസാന അന്തിമ വിധി നിർണ്ണയിക്കുന്ന ഒരു ദിവസം കൂടിയാണ് ഇന്ന്. എന്തായാലും അല്പസമയത്തിനകം തന്നെ കൃത്യം 7 മണിക്ക് തന്നെ പോളിംഗ് ആരംഭിക്കും. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഇപ്പോൾ തന്നെ ആളുകൾ ഇവിടെ വോട്ട് ചെയ്യാനായി എത്തിയിട്ടുണ്ട്. അതായത് ഇപ്പോൾ തന്നെ വലിയ ക്യൂ അല്ലെങ്കിൽ പോലും ഇപ്പോൾ തന്നെ ഈ 6:30 ആകുമ്പോഴേക്കും തന്നെ ആളുകൾ ഇവിടേക്ക് ക്യൂ നിൽക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് മലപ്പുറം ജില്ലയിലെ പാണക്കാടുള്ള CKMM ALP സ്കൂളിലാണ്. അല്പസമയത്തിനകം ഇവിടെ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളും ഇവിടേക്ക് വോട്ട് രേഖപ്പെടുത്താനായി എത്തും. മലപ്പുറം ജില്ലയിൽ ആകെ 122 തദ്ദേശ സ്ഥാപനങ്ങളിലേക്കാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. അതായത് കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് വോട്ടെടുപ്പ് നടക്കുന്നതും ഈ ജില്ലയിൽ തന്നെയാണ്. അതിൽ തന്നെ 94 ഗ്രാമപഞ്ചായത്തുകൾ ഉണ്ട്, 15 ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനുകൾ ഉണ്ട്, 12 മുനിസിപ്പാലിറ്റികൾ ഉണ്ട്. ഇങ്ങനെ ആകെ ഡിവിഷനുകൾ, വാർഡുകളും ഡിവിഷനുകളുമായി 2789 എണ്ണമാണ് ഉള്ളത്. ഇത് 2020 നിലവിലുള്ള കണക്കാണ്. അതോടൊപ്പം തന്നെ 505 നഗരസഭാ ഡിവിഷനുകൾ ഉണ്ട്, 250 ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനുകളും 33 ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളുമാണ് മലപ്പുറം ജില്ലയിൽ ആകെ ഉള്ളത്. അതോടൊപ്പം തന്നെ വോട്ടർമാർ 36 ലക്ഷത്തിൽ കൂടുതൽ വോട്ടർമാരാണ് ഈ ജില്ലയിൽ ഉള്ളത്. കൃത്യമായ കണക്ക് പറയുകയാണെങ്കിൽ 36,18,851 വോട്ടർമാരാണ് ഉള്ളത്. അതിൽ പ്രവാസി വോട്ടർമാർ 602 പേരുണ്ട്. ഏറ്റവും കൂടുതൽ സ്ത്രീ വോട്ടർമാർ തന്നെയാണ് ഈ ജില്ലയിൽ ഉള്ളത്. 18,78,520 സ്ത്രീ വോട്ടർമാർ ഉണ്ട്. 17,40,280 പുരുഷ വോട്ടർമാരാണ് മലപ്പുറം ജില്ലയിൽ ഉള്ളത്. എന്തായാലും ശക്തമായൊരു പോരാട്ടം തന്നെയാണ് കഴിഞ്ഞ ഈ ഒരു മാസത്തോളമായി ഈ ഒരു തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി നടന്നിരുന്നത്. കൃത്യമായി നമുക്കറിയാം, മലപ്പുറം ജില്ല നേരത്തെ മുസ്ലിം ലീഗിന് ആധിപത്യമുള്ള ഒരു ജില്ല ആയിരുന്നു. പക്ഷേ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഓരോ തിരഞ്ഞെടുപ്പുകളിലും അത് മാറി വരുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടിരുന്നത്. അതായത് ഇടത് മുന്നണിക്കും ചില ഇടങ്ങളിൽ വേരോട്ടം ഉണ്ടായി. അതോടൊപ്പം തന്നെ എല്ലാ ഇടങ്ങളിലും NDA ഒരു കരുത്താർജിച്ചു വരുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. പല ഇടങ്ങളിലും, പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ തന്നെ താനൂർ നഗരസഭയിൽ അടക്കം പ്രതിപക്ഷമായി NDAക്ക് മാറാൻ കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പല ഇടങ്ങളിലും നേരത്തെ 10-ൽ കൂടുതൽ താഴെ മാത്രമാണ് വാർഡുകളിൽ BJPക്ക് അല്ലെങ്കിൽ NDA സഖ്യകക്ഷിക്ക് അംഗങ്ങൾ ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അത് 31 വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത്തവണ ശക്തമായ പ്രചാരണം നടത്തിയതുകൊണ്ട് തന്നെ വലിയ ഒരു മുന്നേറ്റം ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷ. അതോടൊപ്പം തന്നെ മറ്റ് പല വിഷയങ്ങളും, ഈ പ്രത്യേകിച്ച് വികസനത്തിന് അപ്പുറം മറ്റ് പല വർഗീയ അജണ്ടകളും ആയുധമാക്കിയായിരുന്നു ഇടത് വലത് മുന്നണികളെല്ലാം തന്നെ പ്രചാരണ രംഗത്ത് ഉണ്ടായിരുന്നത്. SDPIയുമായുള്ള കൂട്ടുകെട്ടും അതോടൊപ്പം തന്നെ ജമാഅത്തെ ഇസ്ലാമി പോലുള്ള മത മൗലികവാദ സംഘടനകളുടെ കൂട്ടുകെട്ട്, PDPയുമായുള്ള കൂട്ടുകെട്ട്, ഇത്തരത്തിലുള്ള മത മൗലികവാദ സംഘടനകളുടെയും തീവ്ര നിലപാടുകളുള്ള സംഘടനകളുടെയും എല്ലാം കൂട്ടുകെട്ട് ചർച്ച ചെയ്ത ഒരു തെരഞ്ഞെടുപ്പ് ഈ ജില്ലയിൽ, പ്രത്യേകിച്ച് ഈ ജില്ലയിൽ അത്തരത്തിലുള്ള കൂട്ടുകെട്ട് വളരെ വലിയ രീതിയിലുള്ള ചർച്ച നടത്തിയിരുന്നു. പക്ഷേ വികസനം കാര്യമായ ഒരു ചർച്ചയിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. കാരണം അത്രത്തോളമുള്ള ഒരു വികസനം പല ഇടങ്ങളിലും നമുക്ക് കാണാൻ കഴിയുന്നില്ല. ഇടത് വലത് മുന്നണികൾ പലയിടങ്ങളിലും മാറി മാറി വന്നെങ്കിൽ പോലും, തദ്ദേശ സ്ഥാപനങ്ങളിൽ ഭരിച്ചെങ്കിൽ പോലും പല ഇടങ്ങളിലും റോഡുകളുടെയും അതോടൊപ്പം തന്നെ കുടിവെള്ള പ്രശ്നങ്ങളും അടക്കമുള്ള നിരവധി പ്രശ്നങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതൊന്നും തന്നെ പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇത്തരത്തിൽ നിരവധി പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായിട്ടും ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത് രാഷ്ട്രീയപരമായ വിഷയങ്ങൾ തന്നെയായിരുന്നു. ഇത്തരത്തിലുള്ള പല വിഷയങ്ങൾ തന്നെ
തന്നെയായിരുന്നു ചർച്ച ചെയ്യപ്പെട്ടത്. ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മതമൗലികവാദ സംഘടനകളുമായുള്ള കൂട്ടുകെട്ട്, ആ കൂട്ടുകെട്ടിന് വേണ്ടി അല്ലെങ്കിൽ അവരെ കൂട്ടുപിടിക്കാനുള്ള ഒരു നെട്ടോട്ടമായിരുന്നു ഇടത് വലത് മുന്നണികളുടെയൊക്കെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്. കാരണം നമുക്കറിയാം, മലപ്പുറം ജില്ല എന്ന് പറയുമ്പോൾ ഒരു മുസ്ലിം ഭൂരിപക്ഷമുള്ള ഒരു ജില്ല കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിലുള്ള ഒരു കൂട്ടുകെട്ടിന് ഇരു മുന്നണികളും പ്രത്യേകിച്ച് മുൻകൈ എടുത്ത് പ്രചാരണ രംഗത്ത് സജീവമായിരുന്നത്. എന്തായാലും ശക്തമായ ഒരു പ്രചാരണം തന്നെയായിരുന്നു ഈ കഴിഞ്ഞ ഒരു മാസത്തോളം ആയി ഈ മലപ്പുറം ജില്ലയിൽ ഉടനീളം നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നത്. തീരദേശ മേഖല ഉൾപ്പെടുന്ന ജില്ലയാണ്. അതോടൊപ്പം തന്നെ മലയോര മേഖല ഉണ്ട്, നഗര കേന്ദ്രീകൃതമായ പ്രദേശങ്ങൾ ഉണ്ട്. ഇത്തരത്തിൽ എല്ലാ ഇടങ്ങളിലും താഴെ തട്ടിലുള്ള പ്രചാരണം ശക്തമായി തന്നെ നടന്നുകൊണ്ടിരുന്നു കഴിഞ്ഞ ഈ ഒരു മാസക്കാലം. അതിൻ്റെ അവസാന ദിവസം ഇന്ന് പൊതുജനങ്ങൾ വിധി നിർണ്ണയിക്കുന്നു. അതിൻ്റെ തുടക്കം അല്പസമയത്തിനകം ആരംഭിക്കും. മോക്ക് പോളിംഗ് അവസാനിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം കൃത്യമായി തന്നെ 7 മണിക്ക് തന്നെ പോളിംഗ് ആരംഭിക്കും. എന്തായാലും എല്ലാവരും പ്രതീക്ഷയോടെ, ഓരോ സ്ഥാനാർത്ഥികളും വിജയിക്കും എന്ന പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. മറ്റന്നാൾ വിധി അറിയുമ്പോൾ അത് തങ്ങൾക്ക് അനുകൂലം ആകും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് സ്ഥാനാർത്ഥികൾ മാത്രമല്ല നേതാക്കൾ അടക്കമുള്ള ആളുകൾ. കാരണം മലപ്പുറം ജില്ല മുൻപുണ്ടായിരുന്ന ഒരു ഏകാധിപത്യമെല്ലാം തന്നെ അവസാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പല ഇടങ്ങളിലും ശക്തമായ കടുത്ത മത്സരം തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പല ഇടങ്ങളിലും ത്രികോണ മത്സരം തന്നെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായി ഉറ്റുനോക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്. പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി വളരെ കുറച്ച് മാസങ്ങൾ മാത്രമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അതിനു മുൻപ് നടക്കുന്ന ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ അത് ഒരു സെമി ഫൈനലായി, നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സെമി ഫൈനലായി ആണ് വിശേഷിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ മുന്നണികൾക്കും ഇത് വളരെ പ്രധാനപ്പെട്ടത് കൂടിയാണ്. അത് അത്തരത്തിൽ തന്നെയാണ് എല്ലാവരും കാണുന്നത്. അതുകൊണ്ട് വളരെ പ്രതീക്ഷയിൽ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ എല്ലാവരും നോക്കിക്കാണുന്നത്. നിഖിൽ.